ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കുളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുളി സോപ്പുകളെക്കുറിച്ച്, ടോയ്ലറ്റ് സോപ്പുകളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മാതൃസ്ഥാപനമായ ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വദേശി പരിശീലന പരിപാടിയിൽ 7 തരം കുളിസോപ്പുകളാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആൾക്കാർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ 7 സോപ്പുകളെല്ലാം പലതുകൊണ്ടും പ്രത്യേകതയുള്ള സോപ്പുകളാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത സോപ്പുകളുമാണ്. മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത സോപ്പുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കടകളിൽ കിട്ടില്ല എന്നാണ്. കാരണം കടകളിൽ നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഉണ്ടാക്കുന്ന, മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന, ചെറുകിട കമ്പനികൾ ഉണ്ടാക്കുന്ന എല്ലാ സോപ്പുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയല്ല, അത് സസ്യ എണ്ണകളും അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പും അടങ്ങുന്ന വിലക്കുറഞ്ഞ എണ്ണകളാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ ഏറ്റവും മേൽത്തരമായിട്ടുള്ള എണ്ണയായിരിക്കണം. ഒന്നുകിൽ അത് ഒലിവെണ്ണയായിരിക്കണം, അതല്ല എങ്കിൽ വെളിച്ചെണ്ണയായിരിക്കണം. വെളിച്ചെണ്ണയ്ക്കും ഒലിവെണ്ണയ്ക്കും മാത്രമേ സ്വാഭാവികമായിട്ടുള്ള പതയുണ്ടാക്കാൻ സാധിക്കൂ. ബാക്കിയുള്ളതെല്ലാം കൃത്രിമമായിട്ടുണ്ടാക്കുന്ന പത, ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന പതയാണ്. അതുകൊണ്ട് 100% പത ലഭിക്കണമെന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സോപ്പുകൾ, കുളിസോപ്പുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയോ അതല്ല എങ്കിൽ ഒലിവെണ്ണയോ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയ്ക്കും ഒലിവെണ്ണയ്ക്കും വില കൂടുതലായതുകൊണ്ട് നമ്മുടെ കമ്പനികൾ ആരും നിർമ്മാണത്തിന് വേണ്ടി വെളിച്ചെണ്ണയോ ഒലിവെണ്ണയോ ഉപയോഗിക്കില്ല. അതിന് പകരം അവർ ചെയ്യുന്നത് പതയുടെ ബേസ് ഉണ്ടാക്കുന്നതിനാവശ്യമായ 20% വെളിച്ചെണ്ണ ഉപയോഗിച്ച് അതിലേക്ക് കെമിക്കലുകൾ ചേർത്ത് ബൂസ്റ്റ് ചെയ്യുന്ന, പത ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സ്വദേശി കുളിസോപ്പുകളെല്ലാം ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ചതാണ്. അത് വെളിച്ചെണ്ണ മാത്രമാണോ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി ഒരു സാധനവും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. സ്വദേശി കുളിസോപ്പുകളെല്ലാം 100% നാച്ചുറലാണ്. 100% വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പുകളാണ്. 100% ഗ്ലിസറിൻ നിലനിർത്തിയിരിക്കുന്ന സോപ്പുകളാണ്. സ്കിൻ ഫ്രണ്ട്ലിയാണ്. ഏത് അലർജിയുള്ള ആൾക്കാർക്കും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സ്വദേശി സോപ്പുകൾ ഉപയോഗിച്ച് അവർ കുളിക്കുന്ന സമയത്ത്, ദേഹത്ത് അത് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു അലർജിയും ഉണ്ടാക്കില്ല. കാരണം അതിൻ്റെ അകത്ത് കെമിക്കലിൻ്റെ അളവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കെമിക്കലിൻ്റെ അളവില്ല എന്ന് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയം, കെമിക്കൽ ഉപയോഗിക്കാതെ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും? ശരിയാണ്, കാശി സോഡ ഉപയോഗിച്ചാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. കാശി സോഡ ആൽക്കലിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ആസിഡിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ കാശി സോഡ അടങ്ങിയിട്ടുള്ള ആൽക്കലിയും പരസ്പരം രാസപ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടായി വരുന്ന പുതിയ ഉൽപ്പന്നമാണ് സോപ്പ്. അങ്ങനെ ഉണ്ടായി വരുന്ന സോപ്പ് pH വാല്യൂ ന്യൂട്രൽ ആയിരിക്കണം. അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് കൃത്രിമമായിട്ട് മറ്റ് സാധനങ്ങൾ ചേർക്കുന്നുവെങ്കിൽ മാത്രമേ ഗുണമേന്മ കുറഞ്ഞു പോകാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ പത കൂട്ടുന്നതിന് വേണ്ടി
വർദ്ധിച്ച അളവിൽ പെർഫ്യൂം അതിൻ്റെ അകത്ത് മണം അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി, തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറ്റ് സാധനങ്ങൾ ചേർക്കുന്നത് മൂലമാണ് നമ്മൾ കുളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുളി സോപ്പിൻ്റെ pH വാല്യൂ ന്യൂട്രൽ അല്ലാതെ വരുന്നത്. യഥാർത്ഥത്തിൽ മറ്റ് സാധനങ്ങളൊന്നും ചേർക്കാതെ സ്വാഭാവികമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സോപ്പിലേക്ക് അതിൻ്റെ pH വാല്യൂ പൂർണ്ണമായിട്ട് ന്യൂട്രലായിരിക്കും. അത് തല കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, കുളിക്കുന്നതിന് വേണ്ടി മാത്രമല്ല തല കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഏറ്റവും നന്നായിട്ട് തല കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന കുളിസോപ്പുകളാണ്. കുളിസോപ്പുകൾ ഉപയോഗിച്ചാൽ തലമുടി പൊട്ടില്ല, തലമുടി മുറിയില്ല, തലമുടി പൊഴിച്ചിൽ കാര്യമായിട്ടുണ്ടാകില്ല. അപ്പം നമ്മൾ തലയിലെ തലമുടി പോകുന്നത് പോലും തലയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അളവിലുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ തല ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ കുളിസോപ്പ്, സ്വദേശിയുടെ കുളിസോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തല കഴുകുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ സോപ്പുകളാണ് സ്വദേശിയുടെ കുളിസോപ്പുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വദേശിയുടെ സോപ്പുകൾ 100% നാച്ചുറലാണ്. 7 തരത്തിലുള്ള 7 വ്യത്യസ്തമായ പെർഫ്യൂമുകളിലാണ് സ്വദേശി സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തേത് പുൽത്തൈലമാണ്. ഔഷധ മൂല്യങ്ങളിൽ, ഔഷധ വാല്യൂവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പുൽത്തൈലം സോപ്പാണ്. അതിൻ്റെ അകത്ത് ഉപയോഗിച്ച പെർഫ്യൂം നമ്മുടെ ഗ്രാസ് ഓയിലാണ്, അല്ലെങ്കിൽ പുൽത്തൈലം തന്നെയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ച പെർഫ്യൂം. രണ്ടാമത് നമ്മൾ വെറ്റിവേട്ട് ഉപയോഗിക്കുന്നു, രാമച്ചം പെർഫ്യൂം ഉപയോഗിക്കുന്നു, ഹെർബൽ പെർഫ്യൂം ഉപയോഗിക്കുന്നു, മഞ്ഞൾ ഉപയോഗിക്കുന്നു, പപ്പായ ഉപയോഗിക്കുന്നു. ഈ 5 സോപ്പുകളും പൂർണ്ണമായിട്ടും നാച്ചുറൽ പെർഫ്യൂം ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെടുന്ന സോപ്പുകളാണ്. 2 സോപ്പുകൾ മാത്രം ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന മണം എന്നുള്ള നിലയിൽ 2 സോപ്പുകൾ മാത്രം, സാൻഡൽ പെർഫ്യൂമും അതുപോലെ തന്നെ പിയേഴ്സ് പെർഫ്യൂമും, അങ്ങനെ 2 സോപ്പുകൾ മാത്രമാണ് നമ്മൾ സിന്തറ്റിക് പെർഫ്യൂം ആകെ ഉപയോഗിക്കുന്നത്. അതിന് ക്വാളിറ്റിയുള്ള പെർഫ്യൂം ആയതുകൊണ്ട് അതിനും വലിയ കുഴപ്പമുണ്ടാക്കില്ല. ഇങ്ങനെ 7 വ്യത്യസ്തമായ മണങ്ങളിലാണ് നമ്മൾ സോപ്പുകൾ ഉണ്ടാക്കുന്നത്. അതിൽ പുൽത്തൈല സോപ്പിൻ്റെ മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത് താരനുള്ളവർക്ക് താരൻ ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും നല്ല സോപ്പാണ്. കുളിക്കാൻ കയറുന്ന സമയത്ത് തലയിൽ സോപ്പ് പതപ്പിച്ച് കുളി കഴിയുന്ന സമയത്ത് കഴുകി ഇറങ്ങിപ്പോകുന്നതിനുണ്ട് തലയിൽ താരൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതുപോലെ തന്നെ മുഖക്കുരു കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് പുൽത്തൈല സോപ്പ് രാവിലെയും വൈകിട്ടും ഒരു 1/2 മിനിറ്റ് നേരം മുഖത്തൊന്ന് പതപ്പിച്ച് വെച്ച് കഴുകിക്കളഞ്ഞാൽ മതിയാകും. തേമൽ അല്ലെങ്കിൽ ചുനങ്ങ് എന്ന ചർമ്മരോഗമുള്ള ആൾക്കാർക്ക് പുൽത്തൈല സോപ്പ് ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും താരൻ 1 മാസം കൊണ്ട് ഇല്ലാതാകും. ഞാൻ പുൽത്തൈല സോപ്പിന് മാത്രം ഔഷധ ഗുണം പറഞ്ഞപ്പോൾ മറ്റു സോപ്പുകൾക്ക് ഔഷധ ഗുണമില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പരിമിതമായ സമയം ആണ് എന്നുള്ളത് കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. 7 സോപ്പുകളും വ്യത്യസ്തമായ മണങ്ങളിലുള്ള സോപ്പുകളാണ്. നമ്മുടെ സോപ്പുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്പീരിയോറിറ്റി വളരെ കൂടി പത ലഭിക്കുന്നു എന്നുള്ളതാണ്. കയ്യിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാൽ ആ ഭാഗം മുഴുവൻ പത കൊണ്ട് മൂടും. ആ രീതിയിൽ പതയുണ്ടാക്കാൻ കഴിയുന്ന സോപ്പുകൾ ആയതുകൊണ്ട് നമ്മൾ സാധാരണ കുളിസോപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഇത് ദേഹത്ത് ഉരച്ച് തേക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം നമ്മുടെ ചർമ്മത്തിൽ തേക്കുന്ന ആ ഭാഗം മുഴുവൻ പത കിട്ടുന്നത് കൊണ്ട്, മറ്റ് സോപ്പുകളെ ആവശ്യത്തിന് പത കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ആ സോപ്പുകളെല്ലാം 20% വെളിച്ചെണ്ണ ഉപയോഗിച്ച് പതയുടെ ബേസ് ഉണ്ടാക്കി അത് ആ പത കൂട്ടുന്നതിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, നമ്മുടെ സോപ്പിൻ്റെ അത് ഗ്ലിസറിൻ നിലനിർത്തിയിട്ടുണ്ട്. ഗ്ലിസറിൻ അല്പം പോലും റിമൂവ് ചെയ്തിട്ടില്ല. വെളിച്ചെണ്ണയിൽ 12% ആകെയുള്ള തൂക്കത്തിന് 12% ഗ്ലിസറിനാണ്. അത് അതേപടി സോപ്പിലുണ്ട്. ഒലിവെണ്ണയിലാണ് ആകെയുള്ള തൂക്കത്തിന് 13% ഗ്ലിസറിനാണ്. വെളിച്ചെണ്ണയും ഒലിവെണ്ണയും തമ്മിലുള്ള വ്യത്യാസം 1% ഗ്ലിസറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്ലിസറിനാണ് നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ ചർമ്മ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചർമ്മ സംരക്ഷണം ആവശ്യത്തിന് ലഭിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ കുളിസോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന ഒരാളിന് ചർമ്മത്തിൽ കുളിർമയുണ്ടാകും, മിനുസമുണ്ടാകും, അതുപോലെ തന്നെ ചർമ്മത്തിന് സംരക്ഷണവുമാകും. അപ്പോൾ ഇത്തരം കുളിർമയും
മിനുസവും തിളക്കവും ലഭിക്കുന്നത് കൊണ്ട് ചർമ്മ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സോപ്പുകളൊന്നും ഗ്ലിസറിൻ അടങ്ങിയിട്ടില്ല. അവരെല്ലാം ഗ്ലിസറിൻ കെമിക്കൽ പ്രോസസ്സിലൂടെ ഗ്ലിസറിൻ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അത്തരം സോപ്പുകളിൽ അഴുക്ക് നീക്കം ചെയ്യുന്ന പ്രവർത്തനം ഒഴിച്ച് മറ്റ് ചർമ്മ സംരക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സോപ്പുകൾ മറ്റ് സോപ്പുകളേക്കാളെല്ലാം വളരെ മെച്ചപ്പെട്ട് നിൽക്കുന്ന സോപ്പുകളായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, മാർക്കറ്റിലുള്ള സോപ്പുകളേക്കാൾ നമ്മുടെ സോപ്പുകൾക്ക് അല്പം തേയ്മാനം കൂടുതലായിരിക്കും. മാർക്കറ്റിലുള്ള സോപ്പുകൾ തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി വാക്സ് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. പാരഫിൻ വാക്സ് അതിൻ്റെ അകത്ത് ചേർക്കുന്നത് കൊണ്ട് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ദേഹത്ത് സോപ്പ് തേക്കുന്ന സമയത്ത് അത് തെന്നി പോകും. വെള്ളം അബ്സോർബ് ചെയ്യില്ല, വാട്ടർ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണം ആ സോപ്പിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ സോപ്പിൻ്റെ തേയ്മാനം നമ്മളുണ്ടാക്കുന്ന സോപ്പിൻ്റെ തേയ്മാനത്തേക്കാൾ അല്പം കുറവായിരിക്കും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സത്യത്തോടുകൂടി ഉപയോഗിച്ചാൽ നമ്മൾ ചർമ്മത്തെ ഉരച്ച് തേക്കുന്നതിന് പകരം ചർമ്മത്തെ തൊട്ട് തേച്ചാൽ മതി. വളരെ കൂടി പതയുള്ളതുകൊണ്ട് ആവശ്യത്തിൽ കൂടി അത് പതയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുളിച്ചു കഴിഞ്ഞ് സോപ്പ് പെട്ടിയിലേക്ക് വെക്കുന്ന സമയത്ത് ഒന്ന് തോർത്തിൽ ഒപ്പിയിട്ട് നമ്മൾ സോപ്പ് പെട്ടിയിലേക്ക് സോപ്പ് കേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളത്തിന് അംശമില്ല. അപ്പം വെള്ളത്തിന് അംശമില്ലാതാകുമ്പോൾ സോപ്പ് എല്ലായ്പ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ പഴയ ചന്ദ്രിക സോപ്പിൻ്റെ തേയ്മാനം എത്രയാണോ ആ തേയ്മാനം പോലെയുള്ള തേയ്മാനം മാത്രമേ നമ്മുടെ സോപ്പിന് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മൾ സോപ്പിൽ പാരഫിൻ വാക്സ് ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തേയ്മാനത്തിൻ്റെ ഒരു വെള്ളം അബ്സോർവ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ സോപ്പിന് അതിൻ്റെ അത് ഹാർഡനർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സാധനം നമ്മൾ തന്നെ സ്വദേശി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനം അതിൻ്റെ അത് ചേർക്കുന്നത് കൊണ്ട് ആ പോരായ്മ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീടുകളിലുണ്ടാക്കുന്ന സ്വദേശി തലത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കുളിസോപ്പുകൾ, ആ കുളിസോപ്പുകൾ മാത്രമേ പാർശ്വഫലങ്ങളില്ലാത്ത സോപ്പുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സോപ്പുകളുള്ളൂ. അതിലൊക്കെ പ്രത്യേകതയുള്ളതായിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു സോപ്പുകളേ ഉള്ളൂ. ഒലിവെണ്ണയിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ ഒലിവെണ്ണ ഇല്ലാത്തത് കൊണ്ട് അതിന് വില കൂടുതലുമാണ്. അതേ ക്വാളിറ്റി തന്നെ 1% ഗ്ലിസറിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ സോപ്പ് ഉണ്ടാക്കിയാൽ മതി. ആ പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സോപ്പുകൾ ഗുണമേന്മയിൽ വളരെ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സോപ്പുകളാണ്. പതയുടെ കാര്യത്തിൽ വളരെ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സോപ്പുകളാണ്. അതിൻ്റെ അകത്ത് ഗ്ലിസറിൻ പൂർണ്ണമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ അലർജിയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പുകൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ സ്വദേശിയുടെ കുളിസോപ്പുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് പുൽത്തേരത്തിൻ്റെ സോപ്പ്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുല്ലിൽ നിന്നുണ്ടാക്കുന്ന ഗ്രാസ് ഓയിലിൽ നിന്നുണ്ടാക്കുന്ന പെർഫ്യൂമാണ്. രണ്ടാമത്തെ മറ്റൊരു സോപ്പ് ഹെർബൽ എന്ന് പറയുന്ന സോപ്പാണ്. ആയുർവേദ മരുന്നുകളിൽ നിന്നുണ്ടാക്കുന്ന പെർഫ്യൂമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പപ്പായ എന്ന് പറയുന്ന സോപ്പാണ്. പപ്പായയുടെ ചൊനയിൽ നിന്നുണ്ടാക്കുന്ന പെർഫ്യൂമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫ്രൂട്ടി പെർഫ്യൂമും പപ്പായയുടെ ചൊനയുമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മഞ്ഞൾ സോപ്പുണ്ട്. മഞ്ഞൾ സോപ്പിൻ്റെ അകത്ത് ഫ്രൂട്ടി പെർഫ്യൂമും മഞ്ഞളിൻ്റെ ഔഷധ ഗുണമുള്ള കുർക്കുമിൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മഞ്ഞൾ സോപ്പ്. അപ്പം ഇങ്ങനെ രാമച്ചമാണെങ്കിൽ വളരെ കൂടുതൽ വിയർപ്പ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, വിയർപ്പ് നാറ്റം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് രാമച്ചമാണ് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല സോപ്പ്. രാമച്ചം കുളിർമ ഉണ്ടാക്കുന്ന സാധനമാണ്. കുളിർമ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാമച്ചത്തിന് ചർമ്മത്തിന് ചൂട് കുറയ്ക്കുന്നതിനുള്ള കഴിവുണ്ട്. ആ കഴിവിൽ കൂടി വിയർപ്പ് നാറ്റം വളരെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാർ രാമച്ച സോപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ മൊത്തത്തിൽ നിങ്ങളെ സോപ്പുകളെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തി. നമ്മൾ കുളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിലുള്ള സോപ്പ് നമ്മുടെ വീടുകളുണ്ടാക്കുന്ന സ്വദേശി സോപ്പുകളാണ് എന്ന് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയിലുള്ള സോപ്പുകൾ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ചർമ്മ സംരക്ഷണം നടക്കൂ. അതിൻ്റെ അത് ഗ്ലിസറിൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചർമ്മ സംരക്ഷണം നടക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ കിട്ടുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ബെല്ലൈക്കണമെന്ന് അമർത്തണമെന്നും ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.